സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഐ നോ കുറേ ദിവസങ്ങളായി പേരിന് വേണ്ടി ഇടുന്ന കുറേയധികം വീഡിയോസ്, കൺസിസ്റ്റൻസി കളയണ്ട എന്ന് വിചാരിച്ച് ഞാനിട്ട കുറേയധികം വീഡിയോസ്. അതൊരു ഷോർട്സ്, ലോങ് വീഡിയോ അല്ല, വെറും ഷോർട്സ്. സോ ഞാൻ ഇന്ന് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒരു പ്രോപ്പർ വ്ളോഗായിട്ട്, കണ്ണാടിയിൽ എൻ്റെ റിഫ്ലക്ഷൻ കാണാനല്ലേ, പ്രോപ്പർ വ്ളോഗായിട്ട് ഞാൻ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ബാക്ക്ഗ്രൗണ്ട് മാറിയത് ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൂമും മാറി. ആൻഡ് ഒരു പ്രോപ്പർ വ്ളോഗ് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് പോകണമെന്നില്ല, ജസ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ ഒരു വഴി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അത്രേ ഉള്ളൂ. ആൻഡ് ഡ്രസ്സ് മാറണം കാണിക്കില്ല, സെൻസർ. ക്യാമറ ഓണായിരിക്കും പണ്ടേ. ഈ ബ്ലാക്ക് ഇട്ടിട്ട് ഇത് അലക്കണം. അല്ല ഇന്നലക്കാം, ഇത് ഇന്നലക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി അവിടെ പോയി കാണില്ല. നമുക്ക് ഈ പാൻറ് ഇടാം, വേറെ പാൻറ്, പിന്നെ അത് ഞാൻ അലക്കണം. സാധനം വാങ്ങിച്ചിട്ട് ബില്ലിരിക്കണം. ബില്ലൊന്നും എനിക്ക് തരില്ല, ബില്ല് കാണാൻ എനിക്ക് ഇഷ്ടമാണ്. എന്ത് എനിക്കിഷ്ടമല്ല ബില്ല്. ബില്ല് തന്നു കഴിഞ്ഞാൽ ഇത്രയും കാശ് പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ബില്ല് തരാണ്ട് പിന്നെ. സോ ഗൈസ്, നമുക്ക് ഇറങ്ങാം. ഞങ്ങളുടെ റൂമിൻ്റെ താക്കോലാണിത്, വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. ലൈറ്റ് ഓഫ് ചെയ്യണം, നമുക്ക് ഇറങ്ങാം. മാക്സിമം നമുക്ക് എന്താ ഒരുവിധം വ്ളോഗാന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ, ലൈറ്റും ഇല്ല. സോ നമുക്ക് ഇറങ്ങാം. അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ. ഹായ്, ഞാൻ പോവാ. അല്ല ശേ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരെ പോവാ. എൻ്റെ വ്ളോഗാ, വേണമെങ്കിൽ ഒരു ഹായ് പറഞ്ഞു. ലൈവ് ഒന്നും അല്ല, വ്ളോഗാ. പെട്ടുരാം, അവൻ അങ്ങോട്ട് പോയി. ബൈ. രാവിലെയോ? ഉച്ചക്ക്. അപ്പൊ അവിടെ എത്ര മണിക്ക് എത്തും? ഇവിടെ ഫൈനലൊക്കെ കണ്ടിട്ട് പോയാ പോരെ? വന്നിട്ട് 1 month ആയി. വീട്ടിൽ എന്തേലും പറയാൻ വേണ്ടി ഒപ്പിച്ചോ? ഞാൻ ശരിയാ, ഞാൻ പോവാ. ബൈ. സോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നൊരു ചേട്ടനാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഞാൻ ക്യാമറ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊടുക്കാം. ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് വൈഡ് ആംഗിൾ ഇട്ടർ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അവൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് അവൻ എൻ്റെ വീഡിയോ എടുക്കണായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് അവൻ്റെ ക്യാമറ കൊടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാം, നിരീക്ഷിക്കാം. ബാ. സോ നമുക്ക് ഇതാ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണേ. ആൻഡ് വൈഡിലാണോ ഇട്ടാണോ നീ അല്ലാണ്ടാണോ ഇട്ടാണേ? എൻ്റെ ഫേസ് കാണാവോ? അന്ന് ഓക്കെ വായ. വേണ്ട വൈഡ് ഇടാവും, ഒരുമാതിരി മൂഞ്ചിയ ക്വാളിറ്റി ആവും. സോ നമുക്ക് ഇന്ന് അവന്മാരുടെ വീട്ടിലേക്ക് പോകുന്നൊരു സംഭവമാണ്. പക്ഷേ ടോപ്പിക് എന്നുള്ള രീതിയിലൊന്നുമില്ല. എങ്കിലും എൻ്റെ വ്ളോഗിൻ്റെ ഫിയർ മാറ്റാനും ഇത് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുന്നൊരു വീഡിയോ. ആൻഡ് എൻ്റെ ഫേസ് പോലും കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ അകത്ത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര ആളായി? 1 മാസം കഴിഞ്ഞില്ലേ? 1 മാസം കഴിഞ്ഞു. 1 മാസവും ഐ തിങ്ക് ഒരു 3 ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മറ്റേ പോണ രീതിയിൽ എടുക്കാം, ലൈക്ക് ഇവിടെ വന്നതിന് ശേഷം ഉള്ള മാറ്റം എന്നുള്ള രീതിയിൽ എടുക്കാം. നീ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പുറത്തിറങ്ങി വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. ഈ കാണുന്നവർ പറയും ലൈക്ക് എന്താ, ഈ പുറത്തിറങ്ങി ചുമ്മാ ഇരുന്ന് വീഡിയോ എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഒരു ക്യാമറയും ഒക്കെ പിടിച്ച് നടന്നാൽ പോരെ, ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ പോരെ ഒന്ന്. ഞാൻ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഫ്രീ ചലഞ്ച് രീതി തരിക. കുറേ ആൾക്കാരുള്ള സ്ഥലത്ത് നീ ഇങ്ങനെ ക്യാമറയും പിടിച്ച് നിർത്താണ്ട് സംസാരിച്ചു പോകും.
ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇത് ചെയ്യാൻ പറ്റാത്തതിന് നമ്മുടെ മെയിൻ റീസൺ എന്ന് പറയുമ്പം എനിക്കിപ്പോൾ കുറച്ചൊക്കെ മാറിയെങ്കിലും പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ വഴി കൂടെ പോകുമ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്ത് ഏത് നാട്ടിലാണെങ്കിലും ക്യാമറ എന്ന് പറയുന്ന സാധനം വേറൊരാളുടെ മുഖത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പ്രൈവസിയിലേക്ക് കയറി പോകുന്ന രീതിയാവും. അപ്പം അത് നല്ല വിഷയമാവും. അവർ ഇഷ്യൂ ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നമുക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ക്യാമറയും പിടിച്ച് ചുമ്മാ പൊട്ടനെ പോലെ സംസാരിച്ചുകൊണ്ട് പോകുന്ന രീതി, അത് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ മൂന്നാമത്തെ പല പല റീസൺസ് ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ റീസൺസ് ആയിരിക്കും. എൻ്റെ കുറച്ചൊക്കെ റീസൺസ് പോയി. എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി മാറിയെങ്കിലും ഈ ബാക്കിയുള്ളവരുടെ ക്യാമറ കാണുമ്പോൾ ഉള്ള രീതി അത് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ അതാണ് നേരത്തെ എടുത്ത വീഡിയോ കൊണ്ട് അവൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചത്. തല്ലിട്ടുവാണെങ്കിൽ അവനെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവൻ്റെ നിന്ന് ക്യാമറ വാങ്ങിച്ചത്. ഞാൻ തന്നെ എടുത്തോളാം എന്നുള്ള രീതിയിലേക്ക് മാറി. ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകണം. അമ്മമാരുടെ അടുത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. എല്ലാ ദിവസവും ഇങ്ങനെ 6 റീലൊക്കെ എടുത്ത് പോകും. ഇതാണ് ഞങ്ങളുടെ മീറ്റിംഗ് നമ്പർ 1. പിന്നെ മീറ്റിംഗ് നമ്പർ 2 ഉണ്ട്. 2 സ്പോട്ടാണ് ഞങ്ങൾക്ക്. ആ 2 സ്പോട്ടിൽ ചുമ്മാ പോയിരിക്കും. രാത്രി വരെ ഇവിടെ ഇരിക്കും. ഒരു 2 മണി 3 മണി വരെയൊക്കെ അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരും, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി. ക്ലാസ്സൊന്നും തുടങ്ങാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ പുറത്തേക്ക് അധികം ട്രാവലൊന്നും പോകാത്തതുകൊണ്ടാണ് മറ്റേ ട്രാവൽ വ്ളോഗ്, ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കൊന്നും പോയി വ്ളോഗ് എടുക്കാത്തത്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നലിൻ്റെ കാര്യം. ഇവിടുത്തെ സിഗ്നൽ റെഡായി കിടക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ വണ്ടി ഇല്ലാത്ത സമയത്തൊന്നും ചുമ്മാ ഇറങ്ങി പോകാൻ പറ്റില്ല. നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ടൈമുണ്ട്. ആ ഒരു വാക്കിങ്ങിൻ്റെ അവിടെ പച്ച കത്തുമ്പോൾ മാത്രമേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവന്മാർ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? പിന്നെ ഞാൻ മുകളിലെത്തിയിട്ടാണോ? അല്ല, പച്ച തെളിഞ്ഞു. അപ്പോൾ പച്ച തെളിഞ്ഞു. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 8 നില നടന്ന് കയറണം. ഇവിടെ 2 ടൈപ്പ് ലിഫ്റ്റുള്ളത്. ഒന്ന് ടാപ്പ് ചെയ്യണത്, കാർഡ് വെച്ച് ടാപ്പ് ചെയ്യണതും 2 കോയിൻ വെച്ചിട്ടുള്ളത്. ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൽ കോയിൻ ഇട്ടിട്ടുള്ള ലിഫ്റ്റാണുള്ളത്. സോ കോയിൻ ഇട്ടിട്ട് കയറുമ്പോൾ എന്ന് പറയുമ്പോൾ കോയിൻ ഇടണം. കോയിൻ ഞങ്ങളുടെ ഇല്ല. കോയിൻ അങ്ങനെ കിട്ടില്ല. ഫുള്ള് ഓൺലൈൻ പേയ്മെൻ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇനി 8 നില നടന്ന് കയറണം. അതാണൊരു മടി. ടാപ്പായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇനി അങ്ങോട്ടും ഇല്ല. പിന്നെ എല്ലാവരും പറയുന്ന കേസാണ് എൻ്റെ ഈ മുടിയുടെ കേസ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ മുടി 10 പ്രാവശ്യം ഇങ്ങനെ കാണിക്കും. എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഇതെനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ തന്നെ കാണിക്കണതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് റെഡിയാക്കാം. സോ നമുക്കിനി 8 നില ചവിട്ടിക്കുക. ഓക്കെ, കമോ. ഈ മല കയറി ഇവിടം വരെ എത്തി. ഫൈനലി മല കയറുന്നു. സ്വന്തം വീട് വരെ തുറക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല. അയ്യോ, അവിടെ ഒരുത്തം ഇല്ല. എൻ്റെ വ്ളോഗാ വേണം നിനക്ക് വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി ബാത്റൂമിൽ നിന്ന് പൊരുത്തിറങ്ങിയായിരുന്നു. ഇവിടെ എനിക്കിപ്പോഴും മനസ്സിലാകുന്ന എല്ലാ ദിവസവും വിളിച്ചു വരുത്തും. ഇവിടെ നിന്ന് ഫോൺ നോക്കാനാണോ ഇങ്ങനെ? അല്ല നോപ്പിൻ ഇല്ല. ഇന്ന് ഇവനെ വിളിച്ചു വരുത്തിയേ. ഇവനല്ല. ഇതൊക്കെ തന്നെ ഇവിടെ പണി ഉണ്ട്. എന്തോന്ന് പിടിക്കാന്ന്? ഒന്ന് പിടിച്ചത് അമാവാസിയോ? എങ്ങോട്ടോ പോകുന്നുണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. എടാ, ഏത് സ്ഥലത്തിന് പോണ്ടോ? നീ പോണല്ലേ? തുറക്കാന്നോ? ഇല്ല, ഞാൻ വരാം. അപ്പൊ നിങ്ങൾ നോക്കോ? ഇല്ല, ഞാൻ പേടിക്കില്ല. അതില് ഞാൻ പേടിക്കില്ല. അത് ആ തെണ്ടിത്തരം നീ ചെയ്യാതെ എനിക്കറിയാം. ഇത് ആശിൻ ഈ വ്ളോഗിന്റെ ഐശ്വര്യം. നമുക്കിനി ഊനോ കളിക്കാം. ഓണോ 1 2 3 4 5 6
ഇല്ല നീ കുത്ത്. അല്ല അല്ല ഷഫ്ലി അല്ല ഇട്. ഇതെല്ലാം ഞാൻ ഒന്ന് തന്നെയാണല്ലോ പറയണേ. അങ്ങനെയുള്ള ഓർമ്മരുടെ അടുത്തുനിന്ന് ഇറങ്ങി ഈ മുടി പിടിക്കണ സംഭവം എനിക്ക് മാറ്റാൻ പറ്റുള്ള. ഇനി നമ്മൾ റൂമിൽ പോകുന്നു. ഇന്ന് മിക്കവാറും ഞങ്ങൾ റൂമിൽ പോകണ്ടെന്ന് വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങളുടെ റൂം വളരെയധികം അലങ്കോലമായി കിടക്കുന്നതുകൊണ്ടും ഫുഡ് പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടും ഞങ്ങളിന്ന് റൂമിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാം എന്ന് വിചാരിച്ചു. മോറോവർ ദാറ്റ് വീട്ടിൽ പോയിരുന്ന് ഗെയിം കളിക്കണം. അത് വേറൊരു സംഭവം. നമുക്ക് പിന്നെ ഇനി സ്പാറി കയറിയിട്ട് എന്തെങ്കിലും ഞം വയ്ക്കാൻ വാങ്ങുകയും ചെയ്യണം. ചിലപ്പോൾ ചിക്കൻ വാങ്ങും. അത് നമുക്ക് കാണാം. ഈ ബാഗ് എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ നോവിൻ്റെ ബാഗാണ്. അവരൊരു സ്ഥലം വരെ പോവുക. അവർ ഇതിട്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരും. ഇവിടുന്ന് ഗെയിം കളിക്കും. സോ രാത്രി ഇരുന്ന് ഒരു ഗെയിമിംഗ് പരിപാടിയും കൂടി നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ബാക്കിയുണ്ടാവും. അവൻ്റെ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. നമുക്കിനി സ്പാറി കയറി ചിക്കൻ വാങ്ങും. എന്നിട്ട് രാത്രി ചിക്കനും മോരുകറിയും ചിക്കൻ വറുത്തതും ഒക്കെമായി നമുക്ക് ഞം തിന്നാം. എന്ത് തിന്നാം? ഞം തിന്നാം. സോ ഓഫ് ടു സ്പാർ. ഇല്ല മക്ഡീനൊന്നും കയറില്ല. ബാ പോഴേക്ക് മറിഞ്ഞു ഉറപ്പാകും. സോ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു. പാല് വാങ്ങിച്ചു, ചിക്കൻ വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോയി ഞം ഉണ്ടാക്കാം. നമ്മുടെ കൂടെ ഒരു വധൂരിയും കൂടി ഉണ്ട്. ആ വധൂരിയാണ് ക്യാമറ പിടിക്കുന്നത്. ഇത് മക്ഡോണൽഡ്സ് ചിഹ്നമൊക്കെ നല്ലതാ, പക്ഷെ ഫുഡ് കൊള്ളത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടുത്തെ കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് കൊള്ളത്തില്ല. ഇല്ലില്ല. അല്ല നമ്മൾ വീട്ടിൽ കയറണം എപ്പോഴും 12 മണി കഴിഞ്ഞിട്ടാ. 12 മണി കഴിയുമ്പോൾ ഈ സാധനം അടയ്ക്കുകയും ചെയ്യും. ഞാനെന്ത് ചെയ്യാനാ? ഞങ്ങള് മറ്റേ KFC മറ്റേ മക്ഡോണൽഡ്സിൻ്റെ ഒക്കെ ആൾക്കാരാ. കൈ വേദന എടുക്കണു. നമുക്കിനി വീട്ടിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കണ കാണാം. പിന്നെ അതിന് നമുക്ക് ഗെയിം കളിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇനി ഓഫ് ചെയ്തോളൂ ക്യാമറമാൻ. സോ ഗൈസ്, അങ്ങനെ റൂമിലെത്തി. റൂം കാണിച്ചില്ല എന്ന് പറയരുത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ വാഷിംഗ് ബേസിൻ പോലത്തെ പരിപാടിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ടല്ലോ, നല്ല വിശാലമായ റൂം. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മിനി ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. ഇതെന്നെ ഡ്രസ്സായൊന്നും നോക്കണ്ട. മിനി ഫ്രിഡ്ജുണ്ട്. 2 സൈഡിലും ടേബിളുണ്ട്. ഇത് ഞാൻ കിടക്കുന്ന സ്ഥലം, ഇതവൻ കിടക്കുന്ന സ്ഥലം. ടേബിളുണ്ട്. പിന്നെ ഒരു ഇതുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ലാപ്ടോപ്പാണ്. അവൻ്റെ ലാപ്ടോപ്പല്ല, അതെൻ്റെ ലാപ്ടോപ്പ്. ഇവിടെ നിന്നാണ് ഞാൻ ഗെയിം കളിക്കുന്നത്, സ്ട്രീം ചെയ്യുന്നത്. എല്ലാ പരിപാടിയാണ്. നല്ലൊരു കട്ടുണ്ട്. പിന്നെ ഒരു AC ഉണ്ട്, ഒരു TV ഉണ്ട്. ഇത് വർക്കാവില്ല. ആ പാർട്ടി എടുത്ത് മാറ്റി തരാൻ പറഞ്ഞു. വർക്കാവില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. അവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇതുകൂടി കാണിച്ചു തരാം. ഇനി അതിനു വേണ്ടി ഹോം ടൂറൊന്നും ചെയ്യാൻ വയ്യ എനിക്ക്. ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റ്. ഇതാണ് ഞങ്ങളുടെ റൂം. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് കുക്ക് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ റൂമിലേക്ക് വേറൊരുത്തരും കൂടി വന്നു. അപ്പോൾ അവൻ പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മറ്റേ എന്തായിരുന്നു എന്തൊക്കെയാണ് പറയൂലോ, എനിക്ക് പുറത്തു പോയി കഴിക്കേണ്ടാത്തതുകൊണ്ടും ഇനി കഴിച്ച് ഞാൻ 24 മണിക്കൂറും പുറത്തു പോയി കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ റൈസ് ആവുന്നുണ്ട്. നമുക്കിനി കറി ഉണ്ടാക്കണം, ഞം തിന്നണം. ഫുഡ് ഉണ്ടാക്കണമെന്ന് എനിക്ക് കാണിക്കാൻ വയ്യ. മടുത്തു ഗൈസ്. സോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം. ചിലപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ കാണിക്കും. നമുക്കൊരു കേരള സ്റ്റൈലുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ വരും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഗെയിം കളിക്കുമായിരിക്കും. അല്ലെങ്കിൽ ബെഡിലെല്ലാം കൂടി ഇന്ന് അർജൻറ്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും കളിയുണ്ട്, അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. സോ നമുക്കിനി ഞം കണ്ടിട്ട് ഞം കഴിച്ചിട്ട് കാണാം. ഓക്കെ, പോടാ എല്ലാവരും പോടാ. ഓക്കെ, ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞില്ല രാത്രി ആൾക്കാർ വരുമെന്ന്. കണ്ടോ, 1 2 3, ഞാൻ 3ാമത്തെ. 3 പേരിരുന്ന് ഹൊറർ ഗെയിം കളിക്കുന്നു. അമ്മമാർ 3 പേരിന്ന് അർജൻറ്റീന കളിയടിക്കണു. നമ്മൾ 2 ഗോൾ ലീഡിലാണ് അർജൻറ്റീന. ഇവിടെ നിന്ന് കളിക്കണു. 1 2 3. ഞങ്ങൾ 3 പേരോട് ഒരു ഹൊറർ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഈ ഗെയിം കളിക്കാം നമ്മൾ. കളിക്കാം ബാ.
ഒരുത്തിന് ഞാൻ ലാപ്പ് ആർപ്പ് കളിക്കാൻ വേണ്ടി കൊടുത്തിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോവാൻ. നന്ദി ഉണ്ടോ നിനക്ക്? ഒരുത്തരാണെങ്കിൽ സർവറിൽ കയറാൻ പറ്റുള്ളൂ. ഒരുത്തരാണെങ്കിൽ കളിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ മീൻ പിടിക്കണമെന്ന് ഇരുന്നു. ഒരുത്തരാണ് ഞാൻ കളിക്കുക. എല്ലാവരും ഇറങ്ങിപ്പോയി. ഇനി ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. സർവറിലാകെ 26 പേരേ ഉള്ളൂ. സിയോണിലല്ലേ ഗൈസ്. എക്സ്ലാൻഡിസ് പോയി ഗൈസ്. തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വന്നെ എക്സ്ലാൻഡിസ് ഇല്ലാണ്ടൊരു സുഖമില്ല. എക്സ്ലാൻഡിസ് വേണം. എക്സ്ലാൻഡിസ് മുത്താണ്. കളിച്ചോണ്ടിരിക്കണമെങ്കിൽ 1, 2, 4 ഇവിടെ ഇഷ്ടംമാതിരി ലാപ്പുണ്ട്. അമ്മമാർ കളിച്ചുകൊണ്ടിരിക്കുക. അമ്മമാർ കളിക്കട്ടെ. സോ നമുക്ക് അതിൻ്റെ ചെയ്യാം. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ നന്നാക്കാൻ നോക്കി. കിട്ടേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ പോയി എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് പറ്റുന്നൊക്കെ രീതിയിൽ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ ഇതിലും ബെറ്ററാക്കി ഞാൻ ശ്രമിക്കും. ആൻഡ് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടും. അപ്പോൾ ഓക്കെ, ബൈ.